വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് നമ്മൾ മിക്സോമൈക്കോട്ട എന്ന് പറയുന്ന ഒരു ലാർജ് ക്ലാസിന്റെ ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സിൽ വരുന്ന സബ് ക്ലാസ്സസ് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് എന്ന് വേണം പറയാം. കാരണം അത് രണ്ട് രീതിയിലുണ്ട്. ഓക്കെ, ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, മോഡേൺ കൺസെപ്റ്റും ഉണ്ട്. ഈ ഒരു ട്രഡീഷണൽ ബേസ് ചെയ്തിട്ട് വ്യത്യാസമാണ് നമ്മുടെ മോഡേൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന പ്ലാസ്മോഡിയോഫോറോമൈസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഈ ഒരു ക്ലാസ് പറയുന്നതിന് കാരണം പ്ലാസ്മോഡിയോഫോറോമൈസീസ് ഈ ഒരു ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മോഡേൺ ക്ലാസ്സിൽ നിന്ന് ഇതൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് മിക്സോമൈക്കോട്ടയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും പ്ലാസ്മോഡിയോഫോറോമൈസീസിനുണ്ട്. ആ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അതിനെ ഒരു സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ ആക്കി ഒരു സിംഗിൾ ക്ലാസ് ആക്കി മാറ്റിയത് എന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഈ മിക്സോമൈസീറ്റ്സ്, എക്രാസിയോമൈസീറ്റ്സ്, ഹൈഡ്രോമിക്സോമൈസീറ്റ്സ് എന്നീ ക്ലാസ്സസും അതിനുശേഷം മോഡേൺ കൺസെപ്റ്റിൽ വരുന്ന അടുത്ത ക്ലാസ്സസും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഈ പ്ലാസ്മോഡിയോഫോറോമൈസീഡ്സ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റീസെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് അവർ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവ കോമൺലി വരുന്ന ആൾക്കാരൊക്കെ എൻഡോപാരസിറ്റിക് സ്ലൈമോസ് ആണ്. അത് ഏതെങ്കിലും ഓർഗാനിസത്തിന്റെ ഉള്ളിൽ വളർന്ന് ഡിസീസ് കോസ് ചെയ്യുന്ന ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള പാരസൈറ്റ് ആയിട്ട് മാത്രം കാണുന്ന ആൾക്കാരാണ് പ്ലാസ്മോഡിയോഫോറോമൈസീഡ്സ്. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ കാണുന്ന ഇത്തരം ഒരു പ്ലാസ്മോഡിയോഫോറോമൈസീഡ്സ് ക്യാബേജിലും നാസ്റ്റേഷ്യസിലൊക്കെയാണ് കാണുന്നത്. ഫേൺസിൽ അസോള എന്ന് പറയുന്ന പ്ലാന്റിൽ എൻഡോസ് പാരസൈറ്റ് ആയിട്ട് ഇപ്പോൾ വളരുന്നുണ്ട്. ആൽഗ ആണെങ്കിൽ വൗഷേറിയ എന്ന് പറയുന്ന ആൽഗയിലും, പിന്നെ അക്കിലിയ, സാപ്രോലെഗ്നിയ എന്ന് പറയുന്ന അക്വാട്ടിക് ആയിട്ടുള്ള ഫംഗസിന്റെ ഉള്ളിലും കൂടി ഒരു പ്ലാസ്മോഡിയോഫോറോമൈസീഡ്സ് വളരുന്നുണ്ട്. ഇനി ഇവ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതൊക്കെയാണ്, ആ കോസ് ചെയ്യുന്ന സ്പീഷീസ് ഏതൊക്കെയാണെന്നൊക്കെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലോട്ട് പോകാം. അപ്പോൾ ഒന്ന് പറഞ്ഞു, അവ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള എൻഡോ പാരസൈറ്റ് ആണ്. തന്നെ ഈ ഒരു പ്ലാസ്മോഡിയോഫോറോമൈസീസ് ആ പേരിൽ തന്നെ ഉള്ള ഒരു ടേം ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഇത്തരം ആൾക്കാരുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് യുണീക്ക് ക്യാരക്ടർ ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്ലാസ്മോഡിയം എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്ലാസ്മോഡിയോഫോറോമൈസീഡ്സിന്റെ സൊമാറ്റിക് ഫേസ് ഉണ്ടല്ലോ, റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ സൊമാറ്റിക് ഫേസ് എന്ന് പറയുന്നത് മൂവിങ് നേക്കഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ് ഓഫ് പ്രോട്ടോപ്ലാസം ആണ്. ഓക്കെ, ഒരു അമീബോയിഡ് ഫാഷൻ, അമീബ എങ്ങനെയാണോ ഫീഡിങ് നടത്തുന്ന ആ ഒരു അമീബോയിഡ് ഫാഷനിൽ ഫീഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് നേക്കഡ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടോപ്ലാസം ആയിരിക്കും അവയുടെ സൊമാറ്റിക് ഫേസിൽ ഉണ്ടായിരിക്കുക. ഈ ഒരു പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം പോലെയാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് പ്ലാസ്മോഡിയം ഉണ്ട്. അമീബയിൽ പ്ലാസ്മോഡിയം ഉണ്ട്, അതേപോലെ ഒരു പ്ലാസ്മോഡിയം ഇതിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഗ്രോസ് വിത്തിൻ ദ ഹോസ്റ്റ് സെൽസ് ആൻഡ് ഈസ് ഹോളോ കാർപ്പിക് ആണ്. ഹോസ്റ്റ് പ്ലാന്റിന്റെ ഉള്ളിലാണ് ഇവ എൻറ്റയർലി ഗ്രോ ചെയ്യുന്നത്, വളരുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാസ്മോഡിയം മെയിൻലി രണ്ട് ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രൈമറി അല്ലെങ്കിൽ ഗമെറ്റാഞ്ചിയൽ പ്ലാസ്മോഡിയം, അവ ഹാപ്ലോയിഡ് ആണ്. ദെൻ സെക്കൻഡ് വൺ സെക്കൻഡറി അല്ലെങ്കിൽ സിസ്റ്റോജീനസ് പ്ലാസ്മോഡിയം, അവ ഡിപ്ലോയിഡ് ആണ്. രണ്ടും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഗമെറ്റാഞ്ചിയൽ പ്ലാസ്മോഡിയം ആണ്. ഈ ഒരു ഗമെറ്റാഞ്ചിയൽ പ്ലാസ്മോഡിയം എന്ന് വെച്ചാൽ ആ ഉണ്ടായിട്ടുള്ള ആ ഒരു എൻറ്റയർ പ്രോട്ടോപ്ലാസം ഉണ്ടല്ലോ, ആ ഒരു പ്രൈമറി പ്ലാസ്മോഡിയത്തിന്റെ അല്ലെങ്കിൽ ഗമെറ്റാഞ്ചിയൽ പ്ലാസ്മോഡിയത്തിന്റെ എൻറ്റയർ പ്രോട്ടോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് തിൻ വോൾഡ് ആയിട്ടുള്ള ഗമെറ്റാഞ്ചിയ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലാസ്മോഡിയത്തിന്റെ പ്രോട്ടോപ്ലാസം ഡിവൈഡ് ചെയ്ത് തിൻ വോൾ ആയിട്ടുള്ള ഗമെറ്റാഞ്ചിയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഗമെറ്റാഞ്ചിയൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഈ ഓരോ ഗമെറ്റാഞ്ചിയത്തിലും സിംഗിൾ ആയിട്ടുള്ള മൂട്ടയിൽ ആയിട്ടുള്ള ബൈഫ്ലജലേറ്റഡ് യൂണിന്യൂക്ലിയേറ്റഡ് ഗമേറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഗമേറ്റ്സ് ഫോം ചെയ്യുന്ന പ്ലാസ്മോഡിയാണ് ഗമെറ്റാഞ്ചിയൽ പ്ലാസ്മോഡിയം. ആ ഫോം ചെയ്യുന്ന ഗമേറ്റ്സ് എന്ന് പറയുന്നത് ബൈഫ്ലജലേറ്റ് ആണ്, അതായത് മൂട്ടയിലാണ്, യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, തിൻ വോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗമെറ്റാഞ്ചിയ. ഗമെറ്റാഞ്ചിയത്തിൽ ഗമേറ്റ്സ് ഉണ്ടായിരിക്കും. രണ്ടാമത്തേതാണ് സെക്കൻഡറി അല്ലെങ്കിൽ സിസ്റ്റോജീനസ് പ്ലാസ്മോഡിയം. ഇത്തരം ആൾക്കാരിൽ നമ്മൾ പ്രോട്ടോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മിയോസിസ് വഴി ഡിവൈഡ് ചെയ്തിട്ട് തിക് വോൾഡ് ആയിട്ടുള്ള സെല്ലാണ്. ഓക്കെ, ആദ്യം തിൻ വോൾ ആണെങ്കിൽ സെക്കൻഡ് വണ്ണിൽ ഉണ്ടാകുന്നത് തിക് വോൾഡ് ആയിട്ടുള്ള റെസ്റ്റിംഗ് മിയോസ്പോസ് ആണ്. ഓക്കെ, റെസ്റ്റിംഗ് സ്പോസ് ആണ് ഉണ്ടാകുന്നത്. ചില സയന്റിസ്റ്റ് ഈ ഒരു സ്പോസിനെ സ്പൊറാഞ്ചി അല്ലെങ്കിൽ സിസ്റ്റ്, റെസ്റ്റിംഗ് സ്പൊറാഞ്ചി അല്ലെങ്കിൽ സിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഒരു ജെർമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റ്
എന്തായിട്ട് മാറും? സൂസ്പോസ് അല്ലെങ്കിൽ സിസ്റ്റ് സൂസ്പോസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗമീറ്റ്സും സിസ്റ്റും അല്ലെങ്കിൽ സിസ്റ്റ് സൂസ്പോസും രണ്ടും യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, ബൈഫ്ലജറേറ്റഡ് ആണ്, സ്ട്രക്ചറും സിമിലർ ആണ്. പക്ഷെ അവ രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് പേരാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഇത് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അവയ്ക്ക് ഫ്ലജലൈൽ ഗമേറ്റ്സ് ഉണ്ടായി അല്ലെങ്കിൽ സിസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവയിൽ ഫ്ലജല്ല ബൈഫ്ലജലേറ്റഡ് ആണ്, രണ്ട് ഫ്ലജല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലജലേറ്റഡ് ടൈപ്പ് വിപ്ലാഷ് ടൈപ്പ് ആണ്. പക്ഷെ അവ അൺഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ആണ്. അപ്പൊ അൺഈക്വൽ ഫ്ലജല്ലിനെയാണ് നമ്മൾ ഹെറ്ററോപോണ്ടി എന്ന് പറയാം. അപ്പൊ അൺഈക്വൽ ആയിട്ടുള്ളത് അവ ആന്റീരിയർലി ആണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലോങ്ങറും ഒന്ന് ഷോർട്ടറും ആയിരിക്കും. ദ ഷോർട്ടർ നിയർ ദ ലോങ്ങർ വൺ. ഓക്കെ, ദ ലോങ്ങർ ഫ്ലജല്ലം എന്ന് പറയുന്നത് ഒരു എൻഡ് പീസ് ഉണ്ടായിരിക്കും. എന്താ ഈ എൻഡ് പീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫ്ലജല്ലയുടെ ഫംഗ്ഷൻ മെയിൻലി മൂവ് ചെയ്യാനാണല്ലേ. അപ്പൊ ഈ ഫ്ലജല്ലയുടെ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് നേർത്തിട്ട് പിന്നെ കുറച്ച് വലുതായി വരുന്നത്. അങ്ങനെ ആ ഒരു നേരത്തെ ടിപ്പ് ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ മൂവ് ചെയ്യാൻ വേണ്ടി വിപ്ലാഷ് പോലെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു എൻഡിനെയാണ് നമ്മൾ എൻഡ് പീസി എന്ന് പറയുന്നത്. നേരത്തെ തിൻ ആയിട്ടുള്ള എൻഡിനെയാണ് എൻഡ് പീസി എന്ന് പറയുന്നത്. ഈ ഫ്ലജലത്തിലെ ലോങ്ങർ ഫ്ലജലം എന്ന് പറയുന്നത് എൻഡ് പീസ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഷോർട്ടർ ഫ്ലജലത്തിന് എൻഡ് പീസ് ഇല്ല. അവയ്ക്ക് ഷോർട്ടർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ടിപ്പായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ രണ്ട് ഫ്ലജലത്തിനും രണ്ട് രീതിയിലുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഷന്റെ സമയത്ത് മൂവബിൾ ആണ്. മോഷന്റെ സമയത്ത് ലോങ്ങർ ഫ്ലജലം എന്ന് പറയുന്നത് ട്രെയിൽസ് ബിഹൈൻഡ്, അതായത് അത് വിപ്ലാഷ് പോലെ ഇങ്ങനെ അടിക്കുക, അതാണ് മൂവിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്. പക്ഷേ ഷോർട്ട് ബ്ലണ്ട് ആയിട്ടുള്ള ഫ്ലജലം മുന്നോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. മുന്നോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ആര് സഹായിക്കും? ഷോർട്ട് ബ്ലണ്ട് ആയിട്ടുള്ള ഫ്ലജലം സഹായിക്കും. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ലോങ്ങർ ആയിട്ടുള്ള ഫ്ലജലം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫ്ലജലത്തിന്റെ ഹെറ്ററോപോണ്ട് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, അവയുടെ ഡിവിഷൻ നടക്കുന്ന സമയത്ത് അവയുടെ സൊമാറ്റിക് ഫേസിൽ ഗമറ്റാഞ്ചിയത്തിലും അല്ലെങ്കിൽ സിസ്റ്റോജിനസ് ആയിട്ടുള്ള രണ്ട് ഫേസ് ഉണ്ടല്ലോ, അവയിലെ ന്യൂക്ലിയസിന് ഡിവിഷൻ നടക്കും. ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് ലൈക്ക് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡിവൈഡ് ചെയ്യുന്ന ന്യൂക്ലിയസിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ക്രോസ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ക്രോസ് ലൈക്ക് അപ്പിയറൻസിനെയാണ് നമ്മൾ ക്രൂസിഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഗമറ്റാഞ്ചി ആയിക്കോട്ടെ സിസ്റ്റോജിനസ് ഫേസ് ആയിക്കോട്ടെ, രണ്ട് കേസിലും ന്യൂക്ലിയർ ഡിവിഷന്റെ സമയത്ത് ന്യൂക്ലിയസ് ഒരു ക്രോസ് ലൈക്ക് അപ്പിയറൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൻലി ഐസോഗ്യാമസ് ആയിട്ടുള്ള കേസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഐസോഗ്യാമസ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവ പ്ലാനോഗാമെറ്റിക് കോപ്പുലേഷനും ചില രീതിയിൽ പ്ലാനോഗാമെറ്റിക് ആയിട്ടുള്ള കോപ്പുലേഷൻ ആണ് നടക്കുന്നത്. എന്താണ് ഈ പ്ലാനോഗാമെറ്റിക് കോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഗമേറ്റ്സ് എന്ന് പറയുന്നത് പ്ലെയിനോ ഗമേറ്റ്സ് ആണ്. അതായത് നേക്കഡ് ആയിട്ടുള്ള ഗമേറ്റ്സ് തമ്മിൽ, നേക്കഡ് ആയിട്ടുള്ള മോട്ടൈൽ ഗമേറ്റ്സ് തമ്മിലാണ് ഐസോഗ്യാമസ് ആയിട്ട് ഫ്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാനോഗാമെറ്റിക് കോപ്പുലേഷൻ വഴിയുള്ള ഐസോഗ്യാമസ് റീപ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിന് ഒരു സിംഗിൾ ഓർഡർ മാത്രമേ ഉള്ളൂ, പ്ലാസ്മോഡിയോ ഫോറേൽസി എന്ന് പറയുന്നത്. ഇനി ഇവ ടിപ്പിക്കലി പ്ലാന്റ് സെൽസിലാണ് കൂടുതൽ വളരുന്നത്. അവ ഇൻഫെക്ഷൻ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ഗോൾ അല്ലെങ്കിൽ സ്കാബ് ഫുഞ്ചികളാണ് ഇത്തരം ആൾക്കാരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്കാബ് ഒക്കെ ഫോം ചെയ്യുന്ന ചില ഡിസീസസ്. ഇനി ഇവ കോസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസും ഏത് സ്പീഷീസ് ആണെന്നും കൂടി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയോ ഫോറോ ബ്രാസിക്കി ആണ്. ബ്രാസിക്കേസിയ ഫാമിലിയിൽ വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ക്യാബേജ്, ബ്രോക്കോളി, പിന്നെ ടെർണിപ്സ് എന്നൊക്കെ പറയുന്ന ഇത്തരം സ്പീഷീസ് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസിന്റെ റൂട്ടിൽ ഇത്തരം ഈ ഒരു സ്പീഷീസ് ക്ലബ് റൂട്ട് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. സെക്കൻഡ് വൺ സ്പോഞ്ചോസ്പോറ സബ്ടെറേനിയ ആണ്. അപ്പൊ രണ്ട് സ്ഥലത്തിലെ ഡിസീസുമായിട്ട് കണക്റ്റഡ് ആണ്. ഫസ്റ്റ് വൺ പൊട്ടറ്റോയിൽ പൗഡറി സ്കാബ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കും. സെക്കൻഡ് വൺ പൊട്ടറ്റോയിൽ വരുന്ന ഒരു ഡിസീസ് ആയിട്ടുള്ള PMTV, പൊട്ടറ്റോ മോപ്റ്റോപ്പ് വൈറസ് ഉണ്ടാക്കുന്ന ആ ഒരു അസുഖത്തിന്റെ വെക്ടർ ആയിട്ട് ആ വൈറസിനെ ഈ ഒരു പൊട്ടറ്റോയിൽ എത്തിക്കുന്ന വെക്ടർ ആയിട്ടും ഈ ഒരു സ്പീഷീസ് ആക്ട് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ പോളിമിക്സ ബീറ്റയാണ്. അതായത് ഷുഗർ ബീറ്റിൽ റൈസോമാനിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാവുന്നുണ്ട്. ആ ഡിസീസ് കോസ് ചെയ്യുന്ന വൈറസ് ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വെയിൻ വൈറസ് ആണ്. അതിന്റെ വെക്ടർ ആയിട്ട് പോളിമിക്സ ബീറ്റ ആക്ട് ചെയ്യുന്നുണ്ട്. പോളിമിക്സ ഗ്രാമിനിസും ഒരു വൈറസിന്റെ വെക്ടർ ആയിട്ടാണ് സെറിയൽസിൽ വരുന്ന മൊസൈക്ക് വൈറസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. സെറിയൽസിലും വീറ്റിലും ബാർലി പോലെയുള്ള സെറിയൽസിൽ വരുന്ന
വൈറസസിന്റെ ട്രാൻസ്മിഷൻ, അതായത് വെക്ടർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു. then സ്പോഞ്ചോസ്പോറ നാസ്റ്റോട്ടി എന്ന് പറയുന്ന സ്പീഷീസ്, കാറ്റോക്രിസ് എന്ന് പറയുന്ന ഒരു തരം ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, അതിൽ ക്രൂക്രൂട്ടി എന്ന് പറയുന്ന ഡിസീസിന് കാരണമാകുന്നുണ്ട്. ഇതാണ് ഈ ഒരു പ്ലാസ്മോഡിയം ഫോറോസൈറ്റ്സ് എൻഡോപാരസൈറ്റ്സിന്റെ കുറച്ച് എക്സാമ്പിൾസും അവ കോസ് ചെയ്യുന്ന ഡിസീസ്.